കുട്ടികളെ നമുക്കിന്ന് പേജ് നമ്പർ 61 ഈ 5 ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ അഡീഷൻ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് 8 ആണല്ലോ, അപ്പോൾ ഇത് 2നെ 8 ആക്കാൻ നമുക്ക് ഈസിയാണ്. സോ എന്താണ് 1/2നെ ഇൻറ്റു 4 ചെയ്താൽ എന്ത് ചെയ്യും, 8 ആവും. സോ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിലും 4 കൊടുത്തു, 1/8 അങ്ങനെ തന്നെ നിർത്തിയാൽ മതിയോ. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 4s are 4 ഡിവൈഡഡ് ബൈ 2 4s are 8 മൈനസ് 1/8. ഇവിടെ നോക്കിക്കേ, രണ്ടും സെയിം ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം ഇവിടെ എഴുതി 4 - 1 3. സോ ആൻസർ ഈസ് 3/8 എന്ന് വരും. ക്ലിയർ അല്ലേ? അടുത്തത് രണ്ടാമത്തെ ചോദ്യം, 3/4 മൈനസ് 1/8. ഹിയർ നമുക്ക് ഈസി, 4നെ 8 ആക്കാൻ ഈസിയാണ്. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 2, മുകളിലും ഇൻറ്റു 2 മൈനസ് 1/8 അങ്ങനെ തന്നെ നിന്നോട്ടെ. ദെൻ 3 2s are 6 ഡിവൈഡഡ് ബൈ 4 2s are 8 മൈനസ് 1/8. സെയിം ഡിനോമിനേറ്റർ വന്നതുകൊണ്ട് അതൊരു തവണ എഴുതുക. 6 - 1 5. ഓക്കെ അല്ലേ? ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് 2/5 മൈനസ് 1/3. അപ്പോൾ 5ഉം 3യും നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതും കിട്ടില്ല, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതും കിട്ടില്ല. അപ്പം 5ൻ്റെയും 3യുടെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 5ൻ്റെ 5 1s are 5, 5 2s are 10, 5 3s are 15, 5 4s are 20. ഇങ്ങനെ പോലോ മൾട്ടിപ്പിൾസ്. 3യുടെ മൾട്ടിപ്പിൾസ് എഴുതാം. 3 1s are 3, 3 2s are 6, 3 3s are 9, 3 4s are 12, 3 5s are 15. രണ്ടിലും വരുന്ന ഒരുപോലെയുള്ള ലീസ്റ്റ് ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ആരാണ്? 15. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 15 ഇല്ല. അപ്പോൾ നമുക്കിതിന് 15 ആക്കാൻ ഈസിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 15 ആണ് ഇവിടുത്തെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 5 എങ്ങനെ 15 ആവും? 2/5 ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും 3 ഉണ്ട്. അതുപോലെ ഇവിടെ 1/3 ഇത് 15 ആവാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 5 ഇവിടെ കൊടുക്കണം, ഇൻറ്റു 5 ഇവിടെ കൊടുക്കണം. സോ അവർ ഫൈനൽ ആൻസർ ഈസ് 3 2s are 6 ഡിവൈഡഡ് ബൈ 5 3s are 15, 1 5s are 5 ഡിവൈഡഡ് ബൈ 5 3s are 15. സോ 6 - 5 1 എന്ന് വരും. സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് 1/15. ക്ലിയർ അല്ലേ? ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ 2/5 അല്ല സോറി ലാസ്റ്റ് ഒരെണ്ണം വിട്ടുപോയി അല്ലേ, ഒരിടയ്ക്ക് പറഞ്ഞ സെക്കൻഡ് വൺ മാറി ടീച്ചർ 3 എന്ന് എഴുതി. സെക്കൻഡ് എഴുതാം 1/3 മൈനസ് 1/5. ഇതേ ഐഡിയ തന്നെയല്ലേ ഇതെന്താകണം, ഈ ക്വസ്റ്റ്യൻ സെയിം ഡിനോമിനേറ്റർ തന്നെയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 15 ആക്കണം. അത് ഡയറക്റ്റ് അങ്ങ് ടീച്ചർ ചെയ്യാമേ. 1/3 ഇൻറ്റു 5 ചെയ്തു. ഇവിടെ 1/5 ഇൻറ്റു 3 ഇൻറ്റു 3. സോ 5/15 മൈനസ് 3/15 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/15. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 2/3 മൈനസ് 1/5 കേട്ടോ. 2/3 മൈനസ് 1/5 ഇവിടെയും 15 തന്നെയാണ്. ഇതിനിടയിൽ കൂടി ടീച്ചർ ഈസി മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മുകളിലത്തെ തന്നെ പഠിച്ചാൽ മതി, ചുമ്മാ എനിക്കൊരു കൗതുകം തോന്നിയുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. ഇങ്ങനെ നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുന്നില്ലാത്ത സിറ്റുവേഷനിൽ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നിങ്ങളിതാ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. നല്ല രസമില്ലേ, ഒരു ഗോപുരം പോലെ. 2 5s are 10, 1 3s are 3 divided by 3 5s are 15. Answer is 7/15. ഇത് ടീച്ചർ നമ്മളുടെ പഴയ രീതിയിലും കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരട്ടെ. അതായത് 2/3 നമ്മൾ 15 ആക്കാൻ ഇൻറ്റു 5 ചെയ്തു, ഇവിടെയും ഇൻറ്റു 5. ഇവിടെ 1/5നെ 15 ആക്കാൻ ഇൻറ്റു 3 ചെയ്തു, ഇൻറ്റു 3 ചെയ്തു. സോ 2 5s are 10 ഡിവൈഡഡ് ബൈ 3 5s are 15 മൈനസ് 1 3s are 3/15. 10 - 3 എത്ര?
7/15 കണ്ട അതേ സെയിം ആൻസർ നമുക്ക് കിട്ടിയില്ലേ. അപ്പം ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ഇതിൻ്റെ ബേസ് വെച്ചിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥ മാർഗം. പക്ഷേ ഇങ്ങനെ പഠിച്ചാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ ചെയ്ത് പഠിച്ചോ. ഓക്കെ.